നമസ്കാരം. ഓ ഓ ഓ കുജനം രമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം 33 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഇപ്പോൾ ഖരനും അനുചരന്മാരും ശ്രീരാമനും തമ്മിലുള്ള യുദ്ധമാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്രീരാമൻ്റെ ശരങ്ങളേറ്റ് രാക്ഷസന്മാരുടെ ദേഹത്തിൽ നിന്നും അതിഭീകരമായി ചോര ഒലിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. വിവിധ ബാണങ്ങളെയ്ത് സൈന്യത്തെ ശ്രീരാമൻ വശം കെടുത്തി. ഇപ്പോൾ വനത്തിൽ തീ പടർന്നു പിടിച്ചതുപോലെയായി അവരുടെ അവസ്ഥ എന്ന് പറയുന്നു. ചില ബലവാന്മാരും ശൂരരുമൊക്കെ ആയിട്ടുള്ള രാക്ഷസന്മാർ രാമൻ്റെ നേർക്കും ശൂലങ്ങളും കുന്തങ്ങളും മഴുക്കളും ഒക്കെ ഉന്നം വെച്ച് ചാട്ടിവിട്ടു. അവയെയൊക്കെ ശ്രീരാമൻ ശരങ്ങൾ കൊണ്ട് പ്രതിരോധിക്കുകയും ബാണങ്ങൾ കൊണ്ട് അവരുടെ കണ്ഠങ്ങൾ വിച്ഛേദിക്കുകയും ചെയ്തു. അവർ മിക്കവരും ഭൂമിയിൽ നിപതിച്ചു. മരങ്ങൾ ഗരുഡൻ്റെ ചിറകുകളിൽ നിന്നുള്ള കൊടുങ്കാറ്റേറ്റ് വീഴുന്നത് പോലെ അവർ താഴെ വീണു. ശേഷിച്ചവർ വിഷണ്ണരായിട്ട് വളരെ ദുഃഖിതരായിട്ട് ഖരൻ്റെ അടുത്തേക്ക് പാഞ്ഞുപോയി. അപ്പോൾ ദൂഷണൻ ക്രുദ്ധനായ രാമൻ്റെ നേർക്ക് കാലനെ പോലെ പാഞ്ഞെടുത്തു. വൃക്ഷങ്ങളും പനകളും പാറക്കല്ലുകളും ഒക്കെ ഏന്തി അനുയായികളും രാമൻ്റെ നേരെ അടുത്തു. ഇനി എന്താണ് വർണ്ണിക്കുന്നതെന്ന് നോക്കാം. ശ്ലോകം 34-35. ദ്രുമവർഷാണി മുഞ്ചന്ത ശിലാവർഷാണി രാക്ഷസാഃ തത് ബഭൂവാത്ഭുതം യുദ്ധം തുമൂലം രോമഹർഷണം. രാമസ്യാസ്യ മഹാഘോരം പുനസ്തേഷാം ച രക്ഷസാം തേ സമന്താദഭിക്രുദ്ധവാം രാഘവം പുനരാർദ്ദയൻ. 34-35 ശ്ലോകങ്ങളുടെ അർത്ഥം. വൃക്ഷങ്ങളും പാറകളും വർഷിക്കുന്നവരായ രാക്ഷസന്മാർ പാഞ്ഞടുത്തപ്പോൾ അത്ഭുതകരവും മഹാഘോരവും തുമൂലവും രോമാഞ്ചജനകവുമായ യുദ്ധം രാമനും രാക്ഷസരും തമ്മിൽ ഉണ്ടായി. രാക്ഷസർ അതിക്രുദ്ധരായി 4 പാട് നിന്ന് രാമനെ ആക്രമിച്ചു. ശ്ലോകം 36-37. തതഃ സർവാദിശോ ദൃഷ്ട്വാ പ്രതിശച്ഛ സഭാവൃതാഃ രാക്ഷസൈഃ സർവതഃ പ്രാപ്തൈഃ ശരവർഷാഭിരാവൃതഃ. സഹൃത്വാ ഭൈരവം നാദം അസ്ത്രം പരമഭാസ്വരം സമയോജയദ്ഗാന്ധർവം രാക്ഷസേഷു മഹാബലഃ. രാക്ഷസന്മാർ ദിക്കുകളിലും ദിദിക്കുകളിലും നിറഞ്ഞ് മൂടി നിന്ന് കുന്തങ്ങളും ശരങ്ങളും ചാട്ടിയത് കണ്ട് മഹാബലനായ രാമൻ പരമഭാസുരമായ ഗാന്ധർവാസ്ത്രം രാക്ഷസരിൽ പ്രയോഗിച്ചു. അതിഭീകരമായ സിംഹനാദം മുഴക്കിക്കൊണ്ട്. ശ്ലോകം 38.
തത ശരസഹസ്രാണി നിര്യയുച്ഛാപമണ്ഡലാത് സർവാ ദശദിശോ ബാണൈർ ആപൂര്യന്ത സമാഗതൈ. ശ്ലോകം 38 അർത്ഥം: രാമൻ മണ്ഡലാകാരമായി കുലച്ച വില്ലിൽ നിന്ന് പറന്ന ആയിരക്കണക്കിന് ബാണങ്ങൾ 10 ദിക്കുകളിലും നിറഞ്ഞു. ശ്ലോകം 39. നാദദാനം ശരാൻ ഘോരാൻ വിമുഞ്ചന്തം ശരോത്തമാൻ വികർഷമാണം പശ്യന്തി രാക്ഷസാസ്തേ ശരാർദിതാഹ. ശ്രീരാമൻ അമ്പുകൾ എടുക്കുന്നതും തൊടുക്കുന്നതും എയ്തു വിടുന്നതുമൊന്നും ശരങ്ങളേറ്റ് പിടയുന്ന രാക്ഷസന്മാർക്ക് വേറെ വേറെ കാണാൻ കഴിഞ്ഞില്ല. അത്ര എളുപ്പമായിരുന്നു ശ്രീരാമൻ ബാണം ഇതുകൊണ്ടിരുന്നത്. ശ്ലോകം 40. ശരാന്ധകാരമാകാശം ആവൃണോ സദിവാകരം ബഭൂവാവസ്ഥിതോ രാമ പ്രക്ഷിപന്നിവ താഞ്ചരാൻ. ശരങ്ങൾ നിറഞ്ഞുണ്ടായ ഇരുട്ട് ആകാശം മൂടി സൂര്യനെ മറച്ചു. രാമനിൽ നിന്ന ശരങ്ങൾ തനിയെ പ്രക്ഷിപ്തങ്ങൾ ആവുന്നതുപോലെ ശരങ്ങൾ നിറഞ്ഞുണ്ടായ ഇരുട്ട് ആകാശം മൂടി സൂര്യനെ മറച്ചു. രാമനിൽ നിന്ന ശരങ്ങൾ അനായാസമായി യാന്ത്രികമായി തോന്നിച്ചു. ശ്ലോകം 41. യുഗപത്പദമാനൈക്ഷ യുഗപച്ചഹതൈർഭൃശം യുഗപത്പതിതൈച്ഛൈവ വികീർണാവസുധാഭവത്. ഒരുമിച്ച് വീഴുന്നവർ, ഒരുമിച്ച് ചാവുന്നവർ, ഒരുമിച്ചു വീണ് കിടന്നവർ, ഈ അവസ്ഥകളിലുള്ള രാക്ഷസന്മാരാൽ ഭൂമി നിറഞ്ഞ് കുമിഞ്ഞു. 41 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.